ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗയോഗത്തിലെ 25 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 26-ാമത്തെ ശ്ലോകം നോക്കാം. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യത്തെ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദപാർത്ഥയുജ്യത്തെ. പാർത്ഥ, ഹേ അർജുന, സദ്ഭാവേ, സത്ത് അതായത് ഉണ്മയെ കുറിക്കാനും സത്തിനെ കുറിക്കാനും, അതുപോലെ പരമപുരുഷൻ്റെ സ്വഭാവം എന്ന നിലയ്ക്കും, സാധുഭാവേച, സാധുക്കളുടെ അഥവാ സജ്ജനങ്ങളുടെ സ്വഭാവത്തെ കുറിക്കുവാനും, സത് ഇതി ഏതത്, സത്ത് എന്ന ഈ ശബ്ദം പ്രയുജ്യതേ, പ്രയോഗിക്കപ്പെടുന്നു. തഥാ, അതുപോലെ, പ്രശസ്തേ കർമ്മണി, പ്രശംസനീയമായ കർമ്മങ്ങൾ അഥവാ സത്പ്രവർത്തികൾ എന്ന അർത്ഥത്തിലും സത് ശബ്ദ, സത് എന്ന ശബ്ദം യുജ്യതേ, പറയപ്പെടുന്നു. അല്ലയോ പാർത്ഥ, സത്ത് അതായത് എല്ലാറ്റിൻ്റെയും ഉണ്മയെ കുറിക്കുന്നതിനും, അതുപോലെ പരമപുരുഷൻ്റെ, ഈശ്വരൻ്റെ സ്വഭാവം എന്ന നിലയ്ക്കും, സാധുക്കളുടെ അഥവാ സജ്ജനങ്ങളുടെ സ്വഭാവത്തെ കുറിക്കുവാനും സത്ത് എന്ന ഈ ശബ്ദം പ്രയോഗിക്കപ്പെടുന്നു. അതുപോലെ പ്രശംസനീയമായ കർമ്മങ്ങൾ അഥവാ സത്പ്രവർത്തികൾ എന്ന അർത്ഥത്തിലും സത് എന്ന ശബ്ദം ചേർത്ത് പറയപ്പെടുന്നു. സത്ത് എന്ന പദം എല്ലാറ്റിൻ്റെയും സത്തായത് അഥവാ ഉണ്മയായതിനെ, പൊരുളായതിനെ കുറിക്കുന്നു, അതായത് ബ്രഹ്മത്തെ തന്നെ. അതുപോലെ പരമാത്മാവിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുവാനും സത് എന്ന പദം പ്രയോഗിക്കുന്നു. സാത്വികരായ സജ്ജനങ്ങളുടെ അഥവാ സാധുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ സാധുക്കളായിട്ടുള്ളവർ, പാവപ്പെട്ട, അങ്ങനെയല്ല അതിനർത്ഥം. സാത്വിക ശ്രദ്ധയുള്ളവർ, അതിനാണ് സാധുക്കൾ എന്ന് പറയുന്നത്. സാധകരായിട്ടുള്ളവർ, സാധനകൾ ചെയ്യുന്നവർ, അവരാണ് സാധുക്കൾ. അതായത് സന്യാസികൾ അല്ലെങ്കിൽ ആത്മീയ ഉത്കർഷ തേടുന്നവർ എന്നൊക്കെയാണ് സാധുക്കളുടെ അർത്ഥം. അപ്പോൾ സാത്വികരായ സജ്ജനങ്ങളുടെ സ്വഭാവത്തെ, ഈ സാധുക്കളുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുവാനും സത് എന്ന ശബ്ദം ഉപയോഗിക്കുന്നു. അതായത് സജ്ജനം, സത്സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനെ സൂചിപ്പിക്കുവാനും സത് എന്ന ഈ പദം ഉപയോഗിക്കുന്നു. അതുപോലെ പ്രശംസനീയമായ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, അതായത് ധാർമ്മികമായ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവയെ വിശേഷിപ്പിക്കുവാനും സത് എന്ന പദം ഉപയോഗിക്കുന്നു. അതായത് സത്കർമ്മം, സത്പ്രവൃത്തി എന്നൊക്കെ ചേർത്ത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സത്ത് എന്ന ആ പദം ഉണ്മയെ കുറിക്കുന്നു, പരമപുരുഷനെ കുറിക്കുന്നു, നന്മയെ കുറിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം. 27-ാമത്തെ ശ്ലോകം. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദ് ഇതി ച ഉച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവ അഭിധീയതേ. യജ്ഞേ തപസി ദാനേ ച, യജ്ഞത്തിലും തപസ്സിലും ദാനത്തിലുമുള്ള സ്ഥിതി
നിഷ്ഠ അഥവാ ഉറച്ച മനസ്ഥിതി. സത് ഇതി ഉച്യതേച, സത് എന്ന് പറയപ്പെടുന്നു. തദർത്ഥീയം കർമ്മ ച ഏവ, ഈ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും അവയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളും സത് ഇതി ഏവ, സത് എന്ന് തന്നെ അഭിധീയതേ പറയപ്പെടുന്നു. യജ്ഞത്തിലും തപസ്സിലും ദാനത്തിലുമുള്ള നിഷ്ഠ അഥവാ ഉറച്ച മനസ്ഥിതി, ഇവയൊക്കെ ചെയ്യുവാനുള്ള ഉറച്ച മനസ്ഥിതി, അതിന് സത് എന്ന് പറയപ്പെടുന്നു. ആ മനസ്ഥിതിക്കും സത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും അവയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളും എല്ലാം സത്ത് എന്ന് തന്നെ പറയപ്പെടുന്നു. ഇതാണ് ഈ ശ്ലോകം. യജ്ഞം, തപസ്, ദാനം ഇവ നിഷ്ഠയോടെ ചെയ്യുവാനുള്ള മനസ്ഥിതി അഥവാ ആ ദൃഢചിത്തത, അതിനെ സത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളും അവയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളും പ്രയത്നങ്ങളും എല്ലാം സത്ത് എന്ന് തന്നെ പറയപ്പെടുന്നു. ഓം തത് സത്, ഈ മൂന്ന് ശബ്ദങ്ങളെ പറ്റിയാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം പറഞ്ഞത്. ഈ ഓം തത് സത്, ഈ മൂന്ന് ശബ്ദങ്ങളും ബ്രഹ്മത്തെ അഥവാ പരമ്പൊരുളായതിനെ, എല്ലാറ്റിൻ്റെയും ഉണ്മയായ സത്തയെ, നന്മയെ, ധാർമ്മികതയെ എല്ലാം സൂചിപ്പിക്കുന്നു. അതായത് പരമാത്മ ചൈതന്യമായ ഈശ്വരനെ തന്നെയാണ്, ഈശ്വരീയമായതിനെ തന്നെയാണ് ഈ മൂന്ന് പദങ്ങളും വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓം തത് സത്, ഇതാണ് ഈ ശ്ലോകത്തിലൂടെയും ഭഗവാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.